നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലങ്ങളുണ്ട്. മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം, പിന്നൊരു കാലം എലക്ഷൻ കാലം. ഒരു വിലയില്ലാത്തവർക്ക് എന്തേലും വിലയുള്ള കാലം. ഇതാണ് വള്ളിക്കോട്ടിലെ ആസ്ഥാന വള്ളി BD ചാക്കോ. പാർട്ടിയിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം നേതാവിനെ പെണ്ണുകേസിൽപ്പെടുത്തി അത് നാട്ടിൽ മൊത്തം പരത്തി ആ ആളെ താഴെ ഇറക്കി ഇപ്പം വള്ളിക്കോട്ടിലെ BDF സ്ഥാനാർത്ഥിയാണ്. ഇതാണ് വള്ളിക്കോടിൻ്റെ വിപ്ലവ സിംഹം സരസൂക്കി. വള്ളിക്കോടിലെ ഓരോ കർഷകന്റെ വിയർപ്പും ചോരയും ഊറ്റിക്കുടിക്കുന്ന ഒരു വിപ്ലവകാരിയോടാണ് നിങ്ങൾ സംസാരിക്കണമെന്ന് ഓർക്കണം. വള്ളിക്കോട് ജനങ്ങളിൽ 50% വൃദ്ധരാണ്, അതിൽ 80% രോഗികൾ. ഇവർക്ക് എന്ത് സഹായം ചെയ്തു നിങ്ങൾ പറയുന്നത്? എന്ത് സഹായം ചെയ്തു എന്നോ? പൊതിച്ചോറ്? അതെ, ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തവരാ. ഇവിടെ രോഗികൾക്ക് മരുന്നുണ്ടോ, ഓക്സിജൻ ഉണ്ടോ, കട്ടിലുണ്ടോ? അതൊന്നും ഇല്ലെങ്കിൽ എന്താ, ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തില്ലേ? ഇവിടെ ഉത്തരം കൊഞ്ഞനെ കുത്തരുത്. കൊഞ്ഞനെ കുത്തിയില്ല, കുത്താ പോലെയല്ലോ. അപ്പൊ ഇടതുവലത് കഴിഞ്ഞു. ഇനി ഒരുത്തനാണ് നടുക്കത്തൊരുത്തൻ, ഒടുക്കത്തൊരുത്തൻ, ഉള്ളിയിലാബു. അഖണ്ഡ ഭാരത സംസ്കാരത്തെ മുറുകെ പിടിക്കുന്നവനാണ് നമ്മുടെ ജി. വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരെ വീർപ്പ് മുട്ടിക്കുന്നവനാണ് നമ്മുടെ ജി. 50 രൂപയുടെ പെട്രോൾ 100 രൂപയിൽ നിന്ന് 50 രൂപയാക്കിയവനാണ് നമ്മുടെ ജി. പൊട്ടാട്ടാ 2 പൊറാട്ട, ഒരു ഉള്ളിക്കറി. അപ്പൊ ഇൻട്രോ കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ തമാശ. വള്ളിക്കോട് BDF ജയിച്ചാൽ എല്ലാ വീട്ടിലും പുകയില്ലാത്ത എന്നാ പിടിച്ചോ, BJP ജയിച്ചാൽ എല്ലാ വീട്ടിലും കക്കു. അടുപ്പിന് പുകയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ കക്കൂസ്? CDF ജയിച്ചാൽ വള്ളിക്കോട് സ്വന്തം പേര് ഹാർബർ പണിയും. ഹാർബറാ? അതിനിവിടെ കടലില്ലല്ലോ. ചരിത്രത്തിൽ ആദ്യമായി പുഴയിൽ ഹാർബർ കൊണ്ടുവരുന്നത് ഞങ്ങളായിരിക്കും. ഇതെന്ത് കൂത്ത്? ഞങ്ങൾ ജയിച്ചാൽ വള്ളിക്കോട് ടൗൺഷിപ്പ് കൊണ്ടുവരും. ഇങ്ങനെ ടൗൺഷിപ്പ് ഒക്കെ നമ്മൾ കുറെ കണ്ടതാ. ഞങ്ങൾ ജയിച്ച ചില വള്ളികൾ കാരണം പേരുദോഷം നിന്ന് വള്ളിക്കോട് പേര് ഞങ്ങൾ മാറ്റും. ശ്രീവള്ളി. പേര് മാറി അവിടുത്തെ ആൾക്കാരുടെ വയറെന്നറിയോ? ഞങ്ങൾ ജയിച്ചാൽ ഉച്ചക്ക് മാത്രമേ രാവിലെയും പൊതിച്ചോറ്. പൊതിച്ചോറല്ലാതെ നിങ്ങൾക്ക് വേറെ പറയണ്ട തള്ളേ. നീ എന്നെ തള്ളേന്ന് വിളിച്ചിടാ മാക്കാച്ചി മോറ. പിൻവാതിൽ സമയത്തിലൂടെ കുട്ടികളെ ഭാവി തോൽച്ചത് നിങ്ങളെ പിന്നെ എന്ത് വിളിച്ചണം? കസാരത്തിന്റെ സീറ്റ് വിൽപ്പനയിലൂടെ തന്റെ പാർട്ടിക്കാരുടെ പണി. തള്ളേ അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം കാണിക്കാല്ലേ, നീ പോണം. നീ പോടി. നിങ്ങൾ നിങ്ങൾ നീ വള്ളിക്കോടുകാരെ ഇനിയും കഴുതുകളാക്കാൻ പറ്റത്തില്ല. ഇലക്ഷൻ സമയത്ത് മാത്രം ഇവിടുന്ന് പൊട്ടിമുളച്ച് കൂടപ്പറപ്പുകളെയും കൂടെയുള്ളവരെയും തമ്മിൽ തെല്ലിച്ച് വോട്ട് വെക്കുന്ന നിങ്ങളുടെ ഡേർട്ടി പൊളിറ്റിക്സ് അതിന് വള്ളിക്കോടിന്റെ മണ്ണിൽ വില പോത്തില്ല. കട്ടവനെയും കക്കാൻ വരുന്നതിനെയും കണ്ടറിന് രണ്ടണി മാറ്റി നിർത്താൻ കെൽപ്പുള്ള വിജ്ഞാനവും വിവേകവും ഉള്ളവരുടെ പുതിയ നാട് എന്റെ വള്ളിക്കോട്. അവനാണ് നമ്മുടെ നേതാവ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ആര് നന്നായി കഥ പറയുന്നു അവരുടെ കൂടെ ജനം പോകും. ഇനി കുറച്ചു കാലം വള്ളിക്കോട് ഞാൻ ഭരിക്കും.